അത് പുതിയ കാലഘട്ടത്തിൽ നിന്നല്ല, പൊതുരംഗത്ത് നിൽക്കുന്നവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ധാർമ്മികമായ സ്ട്രെങ്താണ്. മോറൽ കറേജും മോറൽ സ്ട്രെങ്തുമാണ് ഏതൊരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ച്, ഏതൊരു പബ്ലിക് പേഴ്സണെ സംബന്ധിച്ചും അവരുടെ കരുത്തെന്ന് പറയുന്നത്. ഇപ്പം ഒരുപക്ഷെ എണ്ണം കൊണ്ടോ അല്ലെങ്കിൽ വലിപ്പം കൊണ്ടോ അല്ലെങ്കിൽ അനുയായികളെ കൊണ്ടോ മാത്രം ഒരു നേതാവിൻ്റെ വലിപ്പം കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് ഒരാളുടെ ധാർമ്മികമായിട്ടുള്ള മേധാശക്തിയാണ് ധാർമ്മികത. അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇതിനേക്കാളും പബ്ലിക് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ ഒരു മോറൽ കറേജ് തന്നെയാണ്. അതിന് താങ്കൾ പറഞ്ഞ മാതിരി എല്ലാവരും ആ ഒരു ഹൈ മോറൽ ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അല്ല, രാഹുലിന്റെ അധ്യായം ഫോർ ദ ടൈം ബീങ് ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. സോ ഇറ്റ് മേ നോട്ട് ബി അപ്രോപ്രിയേറ്റ് ഫോർ മീ ടു മേക്ക് ഫർദർ കമന്റ്സ്. പാർട്ടി തന്നെ അതിൻ്റെ അകത്തൊരു APC പ്രസിഡന്റ് തന്നെ ഓൾറെഡി ഇത് പറഞ്ഞല്ലോ. ഇല്ലില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കോൺഗ്രസിനില്ല, ഒരിക്കലും ആ ഒരു ശൈലിയുമില്ല. അത് കാരണം CPM നേതാക്കന്മാർ ഇതാവശ്യപ്പെടുമ്പോൾ ഞങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണല്ലോ, നിങ്ങൾക്ക് പറയാനുള്ള എന്ത് ധാർമ്മികതയാണ് ഉള്ളത് എന്ന് അവരോട് തിരിച്ചു ചോദിക്കേണ്ട ഒരു ബാധ്യത, ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ ചെയ്ത തെറ്റ് ഞങ്ങൾക്ക് ആവർത്തിക്കാം എന്നുള്ള, തെറ്റിന് തെറ്റുകൊണ്ട് ന്യായീകരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അപ്രോച്ച് ഞങ്ങൾക്കില്ല. പക്ഷേ ഈ പറയുന്ന ആളുകൾ നിങ്ങളുടെ TV മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ വന്നല്ലേ പറയുന്നത്. അപ്പോൾ അവർക്ക് പറയാനുള്ള എന്ത് ഗ്രൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ എന്ത് ധാർമ്മികത ഉണ്ട് എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ കാര്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ പിരിവ് നടത്തിയിട്ട് ഒരു മണ്ഡലത്തിൽ നിന്ന് 2.5 ലക്ഷം രൂപ പിരിച്ചെടുക്കാൻ വേണ്ടി 9 ലക്ഷം രൂപ കിട്ടിയുള്ളൂ. കഴിഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും താഴെത്തട്ടിൽ ആളില്ല. അപ്പൊ ഈ പ്രവർത്തന രീതിക്ക്, ഒരു ശൈലിക്ക് പറ്റിയ ഒരു അപജയം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പുനർവിചിന്തനം വേണ്ടതല്ലേ ഈ പ്രവർത്തന രീതിക്ക്, സംഘടനാ പ്രവർത്തന ശൈലിക്കൊക്കെ? ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയൊക്കെ പ്രവർത്തനത്തെ പാർട്ടി ഒന്നുകൂടി സമഗ്രമായി വിലയിരുത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദാറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ. അതിൻ്റെ ഒരു അത് പാർട്ടി ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഉള്ളതുമില്ലാത്തതുമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ പാർട്ടിക്കോ കോൺഗ്രസിനോ അല്ലെങ്കിൽ UDF-നോ ഒക്കെ എതിരാക്കുന്നതിൽ പലപ്പോഴും CPM വിജയിച്ചിട്ടുണ്ട്. ഇല്ലാത്ത കഥകൾ മെനഞ്ഞും, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പൊലിപ്പിച്ചും, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചും, ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തി കോൺഗ്രസിനെയും UDF-നെയും ഒക്കെ പ്രതിസന്ധിയിലാക്കാൻ CPM-ന് കഴിഞ്ഞു. ഞങ്ങളൊക്കെ അതിൽ നിന്ന് ഞങ്ങൾ പാഠം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ നിലയിലുള്ള ഒരു പരിശ്രമത്തെ ഞങ്ങൾ കരുതലോടെ നേരിടും. കാരണം സോളാറിൻ്റെ വിഷയത്തിൽ അവർ നടത്തിയ പ്രചരണത്തെ പോലെ അവരുപയോഗിക്കാൻ ശ്രമിക്കുമെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ അതിനെ വേണ്ട പോലെ ഞങ്ങൾ പ്രതിരോധിക്കും. ഭരണവിരുദ്ധ വികാരം മാറുന്നില്ലല്ലോ. നമ്മുടെ ഭരണവിരുദ്ധ വികാരം, ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം ഇപ്പോഴും അതിന്റെ പീക്കിൽ തന്നെ നിൽക്കുന്നു. പക്ഷെ അതിൽ നിന്നും അറ്റൻഷൻ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസിഡന്റായി നമുക്കിതിനെ കാണാം. അതിന്റെ പേരിൽ സർക്കാരിനോട്, ഈ സംഭവത്തിന്റെ പേരിൽ സർക്കാരിനോട് ആളുകൾക്കുള്ള സമീപനത്തിലോ സർക്കാരിന്റെ ചെയ്തികളിൽ ആളുകൾക്ക് മതിപ്പോ ഉണ്ടാവില്ലല്ലോ. അതിന്റെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഭരണവിരുദ്ധ വികാരവും അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള വികാരവും കേരളത്തിൽ അതിന്റെ ഹയസ്റ്റ് ആണെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു റീഡിംഗ്.
അല്ലാതെ രണ്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ റിയൽ ഞാൻ പറഞ്ഞു രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. റിയൽ ആൻഡ് റിയൽസ് ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. റിയൽ വർക്ക് ഇല്ലാത്ത റീൽസ് സർവൈവ് ചെയ്യത്തില്ല. റിയൽ വർക്കിൻ്റെ റീൽസാണ് സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ, സർവൈവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ റീൽസ് മാത്രമായാലും പ്രശ്നമാണ്. റീല് മാത്രമായി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരും അല്ലെങ്കിൽ നേതാക്കന്മാരുമൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇതുപോലുള്ള റീൽസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഒരു സ്പേസിൽ അവരും ഈക്വലി കോമ്പിറ്റൻ്റ് ആവേണ്ടത് ഒരു അനിവാര്യതയാണ്. അതല്ലാതെ ഞാനിപ്പോൾ പറയാം, ഇപ്പോൾ റിയൽ വർക്ക് മാത്രം മതി, റീൽസ് ഇസ് കംപ്ലീറ്റ്ലി ഒരു പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞാൽ അത് കറക്റ്റല്ല. അത് കറക്റ്റും അല്ല, അഡ്വൈസബിളും അല്ല, അത് ഓണസ്റ്റും അല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് റിയൽ വർക്ക് ഇല്ലാത്ത റീൽസ് സർവൈവ് ചെയ്യത്തില്ല, സസ്റ്റെയിൻ ചെയ്യത്തില്ല. പക്ഷെ റിയൽ വർക്ക് ഉണ്ടായിട്ട് അതിൻ്റെ കൂടെ റീൽസ് കൂടി വരുമ്പോൾ പീപ്പിൾ വിൽ അപ്രീഷിയേറ്റ് യു. അതാണ് വേണ്ടത്. സോ ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. ദർ ഷുഡ് ബി എ ബാലൻസ്. അല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് പല പല ആളുകൾക്കും പല പല ആറ്റിറ്റ്യൂഡ്സും അപ്രോച്ചസും ഒക്കെ ഉണ്ടാവുമല്ലോ. എല്ലാവരും ഒരേപോലെ ആയിരിക്കുന്നില്ല. എല്ലാവരും ഒരു ക്ലോണിൽ വാർത്തവരല്ല. എല്ലാവർക്കും ഡിഫറൻറ്റ് ശൈലികളാണ്.